എനിക്ക് പറയാനുള്ളത് ഈ 4 പേരെ കുറിച്ചാണ്. പെലെ, മറഡോണ, മെസ്സി, റൊണാൾഡോ എന്നിവർ. മരതകങ്ങളെപ്പോലെ തിളങ്ങുന്നവരും ഋതുക്കളെപ്പോലെ മനോഹാരിതയുടേവരും മാനുഷാത പോലെ ഇതിഹാസമുടയവരും തന്നെയല്ലേ അവർ. അന്നൊരു കാലത്ത് രാജാവായ പെലെ ഫുട്ബോളിന്റെ പലവിധ ഡിമെൻഷൻസുകളും നമുക്ക് കാട്ടിത്തന്നു. ആദ്യത്തെ വിപ്ലവകാരനും ആ മനുഷ്യൻ തന്നെയാണ്. പിന്നീട് ഈ കായിക ഇനത്തെ മഹത്വവൽക്കരിക്കാൻ അവതാരമായ മറഡോണ വന്നു. കാൽപന്തിന്റെ ഏറ്റവും മുന്തിയ തലക്കെട്ടുകൾ ഈ ജന്മങ്ങളാണെന്നും ഇനി വരുന്നവരും വന്നുപോയവരുമെല്ലാം അതിനടിയിൽ വരുന്ന മനോഹരമായ അധ്യായങ്ങളും ഉപശീർഷകങ്ങളുമാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ഈ 2000 ആണ്ടിന്റെ 1-ാം അധ്യായം ഇവിടെ തീരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവ 4 തലക്കെട്ടുകളാണെന്ന്. വിപ്ലവകാരനായ പെലെക്കും അവതാരമായ മറഡോണയ്ക്കും ശേഷം അധ്വാനത്തിന്റെ മൂർത്തിഭാവം റൊണാൾഡോയും സർഗാത്മകതയുടെ കേളീസത്വം മെസ്സിയും വന്നു. ഇതോടെ തലക്കെട്ടുകൾ പൂർണ്ണമാവുകയാണ്. ഡിമെൻഷൻസും ഡെഫിനിഷനുകളുമെല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. വന്നവരും വരാനിരിക്കുന്നവരുമെല്ലാം തന്നെ ഇവർക്ക് പിന്നിലാണ്. അതെ, മറഡോണയെയും പെലെയെയും കാലം ഒരു നാൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റൊണാൾഡോയെയും മെസ്സിയെയും ചെയ്യുന്നത് പോലെ. അവരോട് നന്ദി കാണിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ കഴിഞ്ഞില്ലെങ്കിൽ ഫുട്ബോൾ നമുക്ക് ഒന്നും തന്നെ പകർന്നു തന്നിട്ടില്ലെന്നാണ് അതിനർത്ഥം. ഇന്ന് തങ്ങൾക്കായി മാത്രം ഫുട്ബോൾ ദൈവങ്ങൾ മാറ്റിവെച്ച ആകാശസാനുക്കളിലെ സിംഹാസനത്തിലിരുന്ന് അവർ പരസ്പരം പന്ത് തട്ടുന്നുണ്ടാകും. ഇവിടെ പന്ത് തട്ടുന്ന ഇളം ബാല്യങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാകും. ഒന്നോർക്കുക, ഒരു യുഗാന്ത്യം നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ കാൽപന്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാരഥന്മാരായ ആ 2 പേരെ നാം വേണ്ട വിധത്തിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ? ആരാണ് മികച്ചവനെന്ന് പറഞ്ഞു കളയാൻ ഇനിയും നമുക്ക് സമയമെമ്പാടുമുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? എണ്ണപ്പെട്ട സമയമാണ് ശേഷിക്കുന്നത്. അവരുടെ കളി കണ്ടിരിക്കുക, സ്നേഹിക്കുക. മറഡോണ പെലെയെയും മെസ്സി റൊണാൾഡോയെയും ബഹുമാനിക്കുന്നത് പോലെ ആരും പരസ്പരം ബഹുമാനിച്ചു കാണില്ല. മറഡോണ പെലെയെ വാഴ്ത്തുന്നത് നാം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പെലെയും ഇത്രമേൽ ബഹുമാനിച്ചിരുന്ന മറ്റൊരു താരമില്ല. മറഡോണയുടെ വേർപാടിന്റെ വാർത്തകൾ അറിഞ്ഞ നേരം പെലെ പറഞ്ഞ വാക്കുകൾ ഞാനിന്നും ഓർക്കുകയാണ്. ഐ ലോസ്റ്റ് എ ഗ്രേറ്റ് ഫ്രണ്ട്, ദ വേൾഡ് ലോസ്റ്റ് എ ലെജൻഡ്. അന്ന് കണ്ണുനീർ തൂകിക്കൊണ്ട് പെലെ പറഞ്ഞു, വൺ ഡേ വി വിൽ പ്ലേ ടുഗദർ ഇൻ ദി സ്കൈ. അതെ, അവരിന്നവിടെ സന്തോഷത്തിൽ തന്നെയായിരിക്കും. ഇവർ 4 പേരെയും സൂര്യനെയും ചന്ദ്രനെയും പ്രഭാതത്തെയും പ്രദോഷത്തെയും കൊണ്ട് ഉപമിക്കാൻ കാരണമുണ്ട്. സൂര്യനില്ലാതെ ചന്ദ്രനും പ്രഭാതമില്ലാതെ പ്രദോഷത്തിനും എന്ത് മനോഹാരിതയാണ്, എന്ത് നിലനിൽപ്പാണ്. മറഡോണയ്ക്ക് പിന്നാലെ പെലെയും യാത്ര തിരിച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലേ? മെസ്സി ഇല്ലാതെ റൊണാൾഡോക്ക് എന്ത് പൂർണ്ണതയാണ്.